ശരീരത്തിൻ്റെ ജൈവാവസ്ഥയെ നിലനിർത്തുന്നതിനും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും വേണ്ടി പലതരത്തിലുള്ള ഉഴിച്ചിലുകൾ നിലവിലുണ്ട്. തിടമ്പുനൃത്തം, പൂരക്കളി തുടങ്ങിയ അനുഷ്ഠാന കലകൾ പരിശീലിക്കുന്നവർക്കും ചെയ്യുന്നവർക്കും വേണ്ടി മഴക്കാലത്ത് നടത്തുന്ന ചവിട്ടിയൊഴിച്ചിൽ ശരീരത്തിൻ്റെ ഓജസ് നിലനിർത്താൻ വേണ്ടി കൂടിയാണ്. മനുഷ്യ ശരീരം ബാലൻസ് ചെയ്താണ് നിർത്തുന്നത്. ത്രിദോഷങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ രോഗങ്ങൾക്ക് കാരണമാകും. അതേപോലെ ധാതുക്കളിലുണ്ടാകുന്ന വൈഷമ്യം, അതിലുണ്ടാകുന്ന വൈഷമ്യം, അതായത് അതിൻ്റെ ക്രമമായിട്ടല്ലാതെ ധാതുക്കളുടെ പ്രവർത്തനം രോഗത്തിന് കാരണമാകും. അപ്പോൾ എന്തുകൊണ്ടും ബാലൻസ് മാറുന്ന അവസ്ഥയിൽ രോഗം ഉണ്ടാകും. ബാലൻസ് നിലനിർത്തുക, അതായത് നമ്മുടെ പ്രകൃതി പോലും ബാലൻസിലാണ്. മലകൾ, നദി, സമുദ്രം, വനം എന്ന് തുടങ്ങി ഓരോന്നിനും അതിൻ്റേതായ ഒരു പ്രത്യേകതകളുണ്ട്. അതിൽ കൂടി ബാലൻസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രകൃതിയുടെ തന്നെ ഒരു നിയമമാണത്. ആ നിയമത്തിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അവിടെ എന്ത് വ്യത്യാസം വരുന്നുവോ അവിടെ പ്രശ്നങ്ങളുണ്ടാകുക ചെയ്യുന്നു. മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് പ്രകൃതിയിലുണ്ടാകുന്ന ഇംബാലൻസിന് കാരണം. ആ ഇംബാലൻസ് പല പ്രകൃതിക്ഷോഭങ്ങൾക്കും കാരണമായിട്ട് മാറും. അപ്പോൾ മനുഷ്യൻ എന്താണ് കൊടുത്തിരിക്കുന്നത്? വിവേചനം എന്ന് പറയുന്ന മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനനം ചെയ്യുന്നവൻ മനുഷ്യൻ. അപ്പോൾ വിവേചിച്ച് മനസ്സിലാക്കി വേണ്ടത് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന് കൊടുത്തിരിക്കുന്ന, ഈശ്വരൻ കൊടുത്തിരിക്കുന്ന ആ സൃഷ്ടിയിലുണ്ടായിരിക്കുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ മനുഷ്യൻ ചെയ്യുന്നത് പലരും എന്താണ്, അതായത് സാത്താനും ദൈവം എന്ന് പറയുന്ന പോലെ സാത്താൻ്റെ ഭാവം കൂടുമ്പോൾ മനുഷ്യൻ പല വികൃതികളും കാണിക്കും. ആ വികൃതി പ്രകൃതി ക്ഷോഭം ഉണ്ടാക്കുന്നതിന് കാരണമായിട്ട് മാറും. പ്രകൃതിയിലെ ഋതുഭേദങ്ങൾക്കനുസരിച്ച് മനുഷ്യ ശരീരത്തിലും അനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ശരീരത്തിലെ നാഡികൾ, അസ്ഥികൾ എന്നിവ മാത്രമല്ല, കോശങ്ങൾ ഓരോന്നും ഇത്തരത്തിൽ മാറ്റത്തിന് വിധേയമാവുന്നു. അതുകൊണ്ടുതന്നെ ഋതുചര്യ നമ്മുടെ ആരോഗ്യ ജീവിതത്തിന് അനുകൂല ഫലം ചെയ്യും. ഇപ്പോൾ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് ആഹാരം കഴിക്കാൻ വരെ നമുക്ക് പറയുന്നുണ്ട്. ആയുർവേദ ശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് കാലത്തിനനുസരിച്ച് ആഹാരം കഴിക്കാൻ പറയുന്നുണ്ട്. അതേപോലെ മൃഗങ്ങളെ നോക്കൂ, അവർക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവർ കഴിക്കുന്നതും കാലത്തിനനുസരിച്ചായിരിക്കും. ഓരോ ജീവികളും അവരുടെ കാലത്തിനനുസരിച്ച് ജീവിച്ച് പോകുന്നു. വനത്തിലായാലും വെളിയിലായാലും അവരുടെ ജീവിതത്തിന് ഓരോ കാലഘട്ടത്തിനും പ്രകൃതി അതിനനുസരിച്ച് അവർക്ക് എങ്ങനെ ജീവിക്കണമെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അവരറിയാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. മനുഷ്യൻ അവിടെ എന്ത് ചെയ്യുന്നു? മനുഷ്യന് മനനം ചെയ്യാനുള്ള കഴിവുണ്ട്. അവന് സ്വയം ചിന്തിച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് കൊടുത്ത് അവനെ ഒന്നുകൂടി ദൈവം പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ ജയിക്കുന്നതും തോൽക്കുന്നതുമായ അവസ്ഥകളുണ്ട്. മനുഷ്യൻ്റെ ആ മനനം ചെയ്യുന്നതിലുള്ള വ്യത്യാസമാണ് പലപ്പോഴും നമുക്കിന്നുണ്ടാകുന്ന രോഗങ്ങൾക്ക് കാരണവും പ്രകൃതിക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കും കാരണം. ആ പ്രകൃതിയിലുണ്ടാകുന്ന വ്യത്യാസം മനുഷ്യനെന്നല്ല, ഇന്ന് കാണുന്ന എല്ലാ സർവ്വചരാചരങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ രോഗമുണ്ടാകുന്നതിനും അത് തന്നെ കാരണമായിട്ട് വരുന്നു. തെറ്റുണ്ടാകുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കും. തെറ്റുകളിൽ നിന്ന് മനുഷ്യനെ മാറ്റിക്കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരവസ്ഥ, അതാണ് ആദ്യം ചെയ്യേണ്ടതെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്.